നമ്മൾ ആദ്യത്തെ എപ്പിസോഡ് കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതിൽ ആദ്യം തന്നെ കാണിക്കുന്നത് പോലീസ് വന്ന് ഷെർലക് ഹോംസിനെ പിടിച്ചുകൊണ്ട് പോകുന്നതാണ്. അവൻ്റെ ഫ്രണ്ട് വന്ന് പറയുന്നുണ്ട്, എങ്ങോട്ടാണ് നിങ്ങൾ അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത്? നിനക്ക് കണ്ടൂടെ, പ്രൊഫസർ മരിച്ചിരിക്കുകയാണ് എന്നവർ പറയുന്നു. ഷെർലക് ഹോംസ് നടന്നു പോകുന്ന സമയത്ത് ആ ഒരു പെൺകുട്ടി, അതായത് ഇന്നലെ രാത്രി കണ്ട ആ ഒരു പെൺകുട്ടിയെ പിന്നെയും കാണുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് പോലീസുകാരനോട് ഷെർലക് ഹോംസ് പറയുന്നുണ്ട്, നിങ്ങൾ പിടികൂടിയിരിക്കുന്നത് തെറ്റായ ആളെയാണ്, എന്നെ വെറുതെ വിട്ടൂടെ എന്ന് പറയുന്നു. വെറുതെ ഒന്നും നീ പറയണ്ട, നീ തന്നെയാണ് കൊന്നത്. അവരുടെ ബ്ലഡ് നിന്റെ ഷർട്ടിലുണ്ടായിരുന്നു, പിന്നെ നിന്റെ കത്തി അതും ഉണ്ടായിരുന്നു, പിന്നെ നിന്റെ മുഖത്തുള്ള ഈ ഒരു ബ്ലഡ് മാർക്ക്, ഇതൊക്കെ നോക്കി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നു. അപ്പോൾ തന്നെ ഷെർലക് ഹോംസ് പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ പ്രിൻസസിൻ്റെ കൂടെയായിരുന്നു എന്ന്. പിന്നെ കാണിക്കുന്നത് ഇത്രാമത്തെ ക്രൈം നമ്പർ എന്നൊക്കെ പറഞ്ഞ് ഷെർലക് ഹോംസിൻ്റെ കേസ് രജിസ്റ്റർ ചെയ്യുന്നതാണ്. നമുക്ക് ഫസ്റ്റ് ഡിന്നർ കഴിക്കാം എന്ന് പറഞ്ഞ് യൂണിഫോം ഒക്കെ എടുത്ത് ജയിലിനകത്തേക്ക് പോകുന്നുണ്ട്. ഒരു പ്രാവശ്യം ജയിലിനകത്ത് പോയി, ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ജയിലിനകത്തേക്ക് ഷെർലക് ഹോംസ് പോകുന്നത്. ആദ്യത്തെ പ്രാവശ്യം പോക്കറ്റടിക്കാരനായാണ് പോയത്, ഇപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യം ഒരാളെ കൊന്നു എന്ന കുറ്റത്തിനാണ് ജയിലിൽ പോയിരിക്കുന്നത്. ഇൻട്രോ കഴിഞ്ഞിട്ട് മൈക്രോഫ്റ്റ്, അതായത് ഷെർലക് ഹോംസിന്റെ ബ്രദർ, അവർ പ്രൊഫസറിൻ്റെ അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട്. നീ കഴിച്ചില്ലെങ്കിൽ കഴിക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. മൈക്രോഫ്റ്റ്, എനിക്ക് വേണ്ട, ഞാനിപ്പോൾ കഴിച്ചിട്ട് വന്ന്, എൻ്റെ ബ്രദർ ഷെർലക് ഹോംസ് അവൻ നിരപരാധിയാണ്, അവനെ വിട്ടേക്കാൻ പറയണം എന്നൊക്കെ പറയുന്നു. ഇത് കേട്ട് ആ ഒരു ടോപ്പിക്ക് ഇൻട്രസ്റ്റ് ഇല്ല ചർച്ച ചെയ്യാൻ എന്ന് പറഞ്ഞ് ഷെർലക് ഹോംസിൻ്റെ ബ്രദറായ മൈക്രോഫ്റ്റിനെ അവിടുന്ന് പിരിച്ചു വിടുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ഷെർലക് ഹോംസിൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ ഓടിപ്പോയി ആ ഒരു പ്രൊഫസറിനോട് അവൻ്റെ സ്കോളർഷിപ്പിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതെങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് ആ ഒരു പ്രൊഫസറിൻ്റെ അടുത്ത് അവൻ പോയത്. സംസാരിക്കുമ്പോൾ അറിയാതെ ആ ഒരു പ്രൊഫസറിനെ അവൻ ടച്ച് ചെയ്യുന്നുണ്ട്. നീ എന്തിനാ എന്നെ ടച്ച് ചെയ്തേ എന്ന് പറഞ്ഞ് ആ ഒരു പ്രൊഫസർ ബഹളം വയ്ക്കുന്നു. നീ ഇന്ന് തന്നെ ഇവിടുന്ന് പോയി, നിനക്ക് സ്കോളർഷിപ്പുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ് വഴക്ക് പറയുന്നു. അവൻ ദേഷ്യത്തിൽ അവിടുന്ന് പുറത്തിറങ്ങി പോകുന്ന സമയം പ്രിൻസസ് വന്ന് അവനെ വിളിക്കുന്നുണ്ട്. ആ ഒരു പ്രൊഫസർ ഒട്ടും കരുണയില്ലാത്ത ഒരാളാണ്, അത് നിനക്കറിയില്ലേ? ലോകത്തിലുള്ള എല്ലാവർക്കും കരുണയില്ലാത്ത ആൾക്കാരാ പിന്നെയല്ലേ എന്ന് പറഞ്ഞ് ഷെർലക് ഹോംസിന്റെ ഫ്രണ്ട് പറയുന്നുണ്ട്. പ്രിൻസസ് പിന്നെയും അവനോട് ചോദിക്കുന്നുണ്ട്, നീ ഷെർലക് ഹോംസിനെ കണ്ടോ? പോലീസിനോട് പറഞ്ഞത് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് എസ്കേപ്പ്. അവൻ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ അവനോട് നിൽക്കണ എന്ന് പറഞ്ഞുകൊണ്ട് മഴ വരുന്ന സമയത്ത് തന്നെ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവൻ ഇറങ്ങുന്നുണ്ട്. പിന്നെ പോയി ചെന്നത് ഒരു തിയേറ്റർ സ്റ്റേജ് ഡോറിൻ്റെ അകത്തേക്ക് അവൻ കയറുന്നു. നിന്റെ സ്ഥിരം ഡയലോഗ് പറയാനാണോ നീ ഇങ്ങോട്ട് വന്ന്? അങ്ങനെയല്ല, എല്ലാം കൂടി മിക്സ് ചെയ്ത് നോക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നമുള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്, അതൊക്കെ കണ്ടുപിടിക്കണം എന്ന് മൈക്രോഫ്റ്റ് ഷെർലക് ഹോംസിനോട് പറയും. ആ പ്രൊഫസർ അവൻ ജയിലിലിരിക്കുന്നത് തന്നെയാണ് എനിക്ക് സമാധാനം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു, ആ ഒരു കാരണത്താലാണ് മൈക്രോഫ്റ്റ്. നീ അമ്മയോട് പറഞ്ഞിട്ടുണ്ടോ ഞാൻ ജയിലിലായത്? ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല, ഇതൊന്നും പറയണ്ട എന്ന് ഷെർലക് ഹോംസ് പറയുന്നുണ്ട്. അമ്മയോട് പറയണ്ട എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ ന്യൂസ് പേപ്പറിലൊക്കെ വരുന്നത് കൊണ്ട് പറയാൻ പറ്റില്ല, ചിലപ്പോൾ അമ്മയ്ക്ക് അറിയായിരിക്കാം എന്ന്. അടുത്ത സീനിൽ കാണിക്കുന്നത് പ്രിൻസസും ആ ഒരു പ്രൊഫസറും തമ്മിൽ സംസാരിക്കുകയാണ്. പ്രൊഫസർ സംസാരിക്കുന്ന ഇടയ്ക്ക് പ്രിൻസസിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പ്രൊഫസർ കൊല്ലപ്പെടുന്നതിൻ്റെ തലേ ദിവസം രാത്രി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നോ ഷെർലക് ഹോംസ് എന്ന് ചോദിക്കുന്നു. എൻ്റെ കൂടെ ഒന്നും ഉണ്ടായില്ല, അവൻ വെറുതെ പറയുക എന്നൊക്കെ പ്രിൻസസ് പറയുന്നുണ്ട്. പ്രിൻസസിന് പ്രൊഫസർ ചായ കപ്പിൽ കൂട്ടി കൊടുക്കുന്ന സമയം അറിയാതെ അത് താഴെ വീഴുന്നു. വേണ്ടി ക്ലീൻ ചെയ്യാൻ പ്രൊഫസറുടെ അസിസ്റ്റന്റിനെ വിളിച്ചു കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് അവർ പോകുന്നുണ്ട്. അലക്കുകാരൻ അലക്കാനുള്ള ഡ്രസ്സ് എടുത്ത് വരുന്ന സമയത്ത് ഇത് നിനക്കുള്ള ഡ്രസ്സാണ് എന്ന് പറയുന്നു. നോക്കുമ്പോൾ അതാരാ? ഷെർലക് ഹോംസിന്റെ ഫ്രണ്ട്. അവനെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവർ രണ്ടുപേരും ഡ്രസ്സ് വാഷ് ചെയ്യുന്നവരുടെ വസ്ത്രം ധരിച്ച് അവർ മെല്ലെ പോകുന്നുണ്ട്. പോകുന്ന സമയത്ത് ഒരു പോലീസുകാരൻ തുണി താഴെ വീണത് കണ്ട് അവരോട് നിൽക്കാൻ പറയുന്നു. അവർ വിചാരിച്ചത് അവർ കൈയോടെ പൊക്കിയെന്ന്, പക്ഷേ ആ ഒരു പോലീസുകാരൻ ആ ഒരു തുണി വീണത് കണ്ടാണ് പറയാൻ വിളിച്ചത്. പക്ഷേ അവസാനം അവിടെ അടിയും പിടിയുമായി അവസാനം ആ ഒരു ജയിലിൽ നിന്ന് അവർ രക്ഷപ്പെടുന്നു. നേരെ വന്ന് കോൺസ്റ്റബിൾ മൈക്രോഫ്റ്റിനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ബ്രദർ ഇവിടുന്ന് രക്ഷപ്പെട്ടു, അവൻ തെറ്റ് ചെയ്തത് കൊണ്ടല്ലേ അവൻ അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട്. മൈക്രോഫ്റ്റ് പറയുന്നുണ്ട്,
എൻ്റെ ജീവിതത്തിൽ ഇതുവരെയായി ഞാൻ കേട്ടിട്ടില്ല ഓക്സ്ഫോർഡിൻ്റെ ജയിലിൽ നിന്ന് ഒരാൾ ചാടിപ്പോയെന്ന്. അവൻ്റെ ഒന്നിച്ച് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവനാണ് ഇത്രയൊക്കെ ഹെൽപ്പ് ചെയ്തത് എന്നവർ പറയുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഡിറ്റക്റ്റീവ് ഒക്കെ വരുന്നുണ്ട് ഈ ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടി. ഡിറ്റക്റ്റീവ് മൈക്രോഫ്റ്റിനോട് ചോദിക്കുന്നുണ്ട്, താങ്കൾ ആരാണെന്ന്. ഷെർലോക്ക് ഹോംസിൻ്റെ ബ്രദറാണ്, ഞാനിവിടെ ഫോറിൻ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഡിറ്റക്റ്റീവ് മൈക്രോഫ്റ്റിനെ ആക്കി പറയുന്നുണ്ട്. കുടുംബത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും നടുക്ക് നിന്ന് നല്ല രീതിക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ടല്ലേ. അതിന് മറുപടിയായി മൈക്രോഫ്റ്റ് പറയുന്നുണ്ട്, എൻ്റെ ബ്രദറിനെ തേടി കണ്ടുപിടിക്കുന്നതിന് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. പക്ഷേ ഒരു കാര്യം, അവന് ഒരൊറ്റ പോറൽ പോലും സംഭവിക്കാൻ പാടില്ല. അവന് അത്രയ്ക്കും ഇന്നസെൻ്റായ പയ്യനാണ് എന്ന് പറയുന്നു. അവൻ അത്രയ്ക്ക് ഇന്നസെൻ്റ് ആണെങ്കിൽ എന്തിനാണ് അവൻ ചാടിപ്പോയത് എന്ന് ഡിറ്റക്റ്റീവ് ഷെർലോക്ക് ഹോംസിന്റെ ബ്രദറായ മൈക്രോഫ്റ്റിനോട് ചോദിക്കുന്നു. ജയിലിൽ നിന്ന് ചാടി അവർ നേരെ എത്തിയത് കുറേയധികം ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. ഷെർലോക്ക് ഹോംസ് പറയുന്നുണ്ട്, ഇവിടെയാണോ നീ താമസിക്കുന്നത്? രാവിലെ ഇരുട്ടായതുകൊണ്ട് ഇവിടെയാണ് സേഫ്, ആർക്കും അറിയാനും പോകുന്നില്ല. ഈ ഒരു പ്രശ്നം തീരുന്നതുവരെ നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കണം എന്ന് പറയുന്നു. പിന്നീട് അവർ രണ്ടുപേരും അടികൂടുന്നുണ്ട്. ഷെർലോക്ക് ഹോംസിന്റെ മൂക്കിനിട്ട് അവൻ്റെ ഫ്രണ്ട് അടിക്കുന്നുണ്ട്. നീ മൂക്കിന് അടികൊള്ളാതെ എങ്ങനെ പരിശ്രമിക്കണം എന്ന് നീ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാണ് അവന് മൂക്കിനിട്ട് ഇടി കൊടുത്തത്. അവസാനം അവിടെ ഉണ്ടായിരുന്ന ഒരു തുണിയെടുത്ത് ഷെർലോക്ക് ഹോംസിന്റെ ഫ്രണ്ട് തലയിലിട്ട് ഷെർലോക്ക് ഹോംസിനെ കളിയാക്കുന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവളും ഞാനും മാത്രമേ മുറിയിലുണ്ടായിരുന്നു. അവൾ എൻ്റെ മുറിവെല്ലാം കഴുകിത്തരാമെന്ന് പറഞ്ഞു. ആ ഒരു സമയം തന്നെ എനിക്ക് ബോധം പോയി. ഞാൻ വിശ്വസിച്ചു. ഈ ഒരു ഗ്ലാസ്, നീ എത്ര ഗ്ലാസ് വെഗ്ഗാ കുടിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്ന് കുടിച്ചാൽ എങ്ങനെ ഓഫാവോ? 2, എന്നാലും എനിക്കറിയില്ല എന്ന് ഷെർലോക്ക് ഹോംസ് പറയുന്നു. ഇതിലും അവൾക്ക് പങ്കുണ്ടോ എന്ന് നിനക്കറിയാവോ? ഈ ഒരു കാരണത്തിൽ തന്നെ അവൾ മുറിയിലേക്ക് വന്നത് എന്ന് ഷെർലോക്ക് ഹോംസിന്റെ ഫ്രണ്ട് പറയുന്നുണ്ട്. ആ ഒരു ഡ്രസ്സ് എടുത്തിട്ട് ഷെർലോക്ക് ഹോംസിന്റെ ഫ്രണ്ട് തലയിലിട്ട് പ്രിൻസസ് സംസാരിക്കുന്നത് ട്രോളായി കാണിക്കുന്നുണ്ട്. എനിക്ക് നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു. അവൻ തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് അവൾ കുറേ സമയം തിരിഞ്ഞു നിന്ന് ഡ്രിങ്ക്സ് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ടാണ് എനിക്ക് തന്നത്. ആ ഒരു സമയം അവൾ എന്തെങ്കിലും ആ ഒരു ഡ്രിങ്കിൽ ഒഴിച്ചു കാണും, അതുകൊണ്ടാണ് ഞാൻ മയങ്ങിപ്പോയത് എന്ന് ഷെർലോക്ക് ഹോംസ് മനസ്സിലാക്കുന്നു. ഇപ്പോഴല്ലേ കാര്യങ്ങൾ പിടികിട്ടിയത്. അവളായിരുന്നു ആ ഒരു ലൈബ്രറിയിലുണ്ടായ ഉടമ്പടി മാറ്റിവെച്ചതും ആ ഒരു ബോംബ് സെറ്റ് ചെയ്തതും. അവൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് എന്ന് മാത്രം ഇവർക്കറിയില്ല. ഷെർലോക്ക് ഹോംസ് പറയുന്നുണ്ട്, എനിക്ക് അവളെ കാണാൻ തിടുക്കായെന്ന്. പ്രിൻസസ് പുറത്തോട്ട് പോകുന്നുണ്ട്. ആരും കാണാതെ ആ ഒരു ഡോറ് തുറന്ന് അതിനകത്തേക്ക് കയറുന്നു. എല്ലാ പ്ലാനും ഒരു നിമിഷം കൊണ്ട് ഇല്ലാണ്ടായി. എല്ലാം ആ ഒരു ഷെർലോക്ക് ഹോംസ് കാരണമാണ് എന്ന് പ്രിൻസസ് പറയുന്നുണ്ട്. എല്ലാ പ്ലാനും ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാണ്ടായി. എല്ലാം ആ ഷെർലോക്ക് ഹോംസ് കാരണം ആ ഒരാൾ പറയുന്നുണ്ട്. പ്രിൻസസ് പറയുന്നു, അതിപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ, അവൻ ജയിലിലുണ്ടല്ലോ. അവരുടെ സംഭാഷണം കഴിഞ്ഞ് കാണിക്കുന്നത് പ്രൊഫസറിൻ്റെ വീട്ടിലേക്ക്. പ്രൊഫസർ ഇല്ലാത്ത സമയത്ത് പ്രിൻസസ് പോകുന്നതാണ്. അവിടെ വീടിൻ്റെ മുന്നിൽ വാതിൽ തുറക്കാത്തത് കൊണ്ട് പ്രിൻസസ് ആ ഒരു വീട്ടിലേക്ക് ചാടി കയറുന്നുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലായി ആ ഒരു വീട്ടിൽ ആരുമില്ലാന്ന്. അവിടെ എന്തൊക്കെയുണ്ടെന്ന് പ്രിൻസസ് ഓരോന്നായി ചെക്ക് ചെയ്യുന്നു. പിന്നെ കാണിക്കുന്നത് ഷെർലോക്ക് ഹോംസും അവൻ്റെ ഫ്രണ്ടും കൂടി പ്രിൻസസിൻ്റെ മുറിയിലേക്ക് കയറുന്നു. ഷെർലോക്ക് ഹോംസിന് കാവലായി ഷെർലോക്ക് ഹോംസിൻ്റെ ഫ്രണ്ട് പുറത്തും. ഷെർലോക്ക് ഹോംസ് ആ ഒരു റൂമിൽ എന്തൊക്കെ പോലീസിൻ്റെ വേഷത്തിലേക്ക് പുറത്തോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ആദ്യം ഇവർ പെടുന്നത് ഡിറ്റക്റ്റീവിൻ്റെ മുമ്പിലാണ്. നിങ്ങൾക്കറിയാവുന്ന ഷെർലോക്ക് ഹോംസിൻ്റെ കാര്യങ്ങൾ നിങ്ങളൊന്ന് പറഞ്ഞു താ എന്ന് ആ ഒരു ഡിറ്റക്റ്റീവ് പറയുന്നുണ്ട്. അവനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്കറിയാം. അവൻ ഏത് സ്ഥലത്താണ് പഠിച്ചത്, അവൻ്റെ അച്ഛൻ എങ്ങനെയാണ് ചെയ്യുന്നത്, അമ്മ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ആ ഒരു ഡിറ്റക്റ്റീവിന് അറിയില്ല ഇത് ഷെർലോക്ക് ഹോംസ് വേഷം മാറി വന്നതാണെന്ന്. ഷെർലോക്ക് ഹോംസ് പറയുന്നുണ്ട്, ഈ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി എൻ്റെ ജീവൻ പോലും കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന്. എനിക്ക് സ്വന്തമായി റിസർച്ചൊക്കെ ചെയ്യാൻ ഇഷ്ടമാണെന്നും പറയുന്നു. ഈ ഒരു കാര്യം കേട്ടതും ഷെർലോക്ക് ഹോംസിൻ്റെ ഫ്രണ്ടും പറയുന്നുണ്ട്, എനിക്ക് 2 തവണ ഈ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി ജീവൻ കൊടുക്കാൻ എനിക്ക് ഇഷ്ടമാണെന്ന്. ഷെർലോക്ക് ഹോംസ് പറയുന്നുണ്ട്, അവൻ ഭയങ്കര സ്മാർട്ടാണ്. പക്ഷേ ഷെർലോക്ക് ഹോംസിൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, അത്രയ്ക്ക് സ്മാർട്ടായ പയ്യനൊന്നല്ല ഷെർലോക്ക് ഹോംസ് എന്നൊക്കെ. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയാവുന്നുണ്ട്. എങ്ങനെയല്ലോ ആ ഒരു ഡിറ്റക്റ്റീവിൻ്റെ മുമ്പിൽ അവർ രക്ഷപ്പെടുന്നു. പിന്നെ ശരിക്കുള്ള കോൺസ്റ്റബിൾ വരുന്ന സമയത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ കോൺസ്റ്റബിൾ ഭയങ്കര ബുദ്ധിശാലികളാണ് എന്ന് പറയുന്നു.
അപ്പോൾ ആ ഒരു കോൺസ്റ്റബിൾ ഏത് കോൺസ്റ്റബിളാ എന്ന് വിചാരിക്കുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് പ്രിൻസസ് മുറിയിലേക്ക് എത്തിയ സമയമാണ്. മുറിയിൽ ആരോ കയറിയിട്ടുണ്ടെന്ന് പ്രിൻസസിന് മനസ്സിലായി. അത് ഷെർലക് ഹോംസ് ആണെന്നും മനസ്സിലായി. നീ എവിടെയാണെങ്കിലും വേഗം എൻ്റെ മുന്നിലേക്ക് വന്നോ, ഞാൻ മുത്തശ്ശിയും നീ കൊച്ചുമോനുമായി ഇപ്പോൾ കണ്ടുപിടിക്കാൻ വേണ്ടി നിൽക്കുകയാണോ എന്ന് പറഞ്ഞതും ഷെർലക് ഹോംസ് ആ ഒരു ഷെൽഫിൻ്റെ അടുത്തുനിന്ന് വരുന്നുണ്ട്. മുത്തശ്ശി എന്നെ കണ്ടുപിടിക്കുന്നു വേണ്ട, ഞാൻ പുറത്തോട്ട് വന്നു എന്ന് ഷെർലക് ഹോംസ് പറയുന്നുണ്ട്. നിനക്ക് എന്തെല്ലാം എവിഡൻസ് കിട്ടി എൻ്റെ മുറിയിൽ നിന്ന് എന്ന് പ്രിൻസസ് ചോദിക്കുന്നുണ്ട്. നീ ജയിലിൽ പോകാനുള്ള കാരണം ഞാനാണെന്ന് ഷെർലക് ഹോംസ് ജസ്റ്റ് ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അതെ നീ കാരണം തന്നെയാണ് ഞാൻ പോയത് എന്ന് പറയുന്നു. ഒച്ച വെച്ച ഇപ്പം നിന്നെ പിടിച്ചുകൊണ്ട് പോകും, അവർ എൻ്റെ ഒന്നിച്ച് നിൽക്കൂ അല്ല ജയിലിൽ ചാടി വന്നാൽ നിൻ്റെ ഒന്നിച്ച് നിൽക്കൂ എന്ന് പ്രിൻസസ് പറയുന്നുണ്ട്. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിൻസസ് ഒരു പേപ്പർ കത്തിച്ചായിരുന്നു. ഒരു പേപ്പർ പകുതി കത്തിപ്പോയി. അത് ഷെർലക് ഹോംസ് കണ്ടതും അത് എടുക്കാൻ വേണ്ടി കൈ ഓങ്ങിയതും ഷെർലക് ഹോംസിനെ കുംഫു ഒക്കെ പഠിച്ച പ്രിൻസസ് നല്ലോണം ഇടിക്കുന്നുണ്ട്. ഇടിച്ച് എങ്ങനെയല്ലോ ആ ഒരു മുറിയിൽ നിന്ന് ഷെർലക് ഹോംസ് രക്ഷപ്പെടുന്നു. അമ്മയെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അന്വേഷണത്തിൻ്റെ ഭാഗമായി ഡിറ്റക്റ്റീവും കോൺസ്റ്റബിളും ഒന്നിച്ചുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ഷെർലക് ഹോംസ് ആ ജയിലിൽ നിന്ന് ചാടിയതിന് ശേഷം അമ്മയെ കാണാൻ വന്നിരുന്നോ എന്നറിയാൻ വേണ്ടിയാണ് അങ്ങോട്ട് പോകുന്നത്. അമ്മ ഓൾറെഡി ഹോസ്പിറ്റലായതുകൊണ്ട് അവരോട് ഷെർലക് ഹോംസ് പുറത്ത് ചാടിയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. മയത്തിൽ ഷെർലക് ഹോംസ് ഇവിടെ വന്നിരുന്നോ എന്ന് മൈക്രോഫ്റ്റ് അമ്മയോട് ചോദിക്കുന്നുണ്ട്. ഹോംസ് പ്രിൻസസിൻ്റെ മുറിയിലേക്ക് പോയ സമയത്ത് അവിടെ കത്തിയിരുന്ന പേപ്പർ എന്താണുള്ളതെന്ന് അവൻ ജസ്റ്റ് ഇമാജിൻ ചെയ്യുന്നുണ്ട്. അവൻ ഇമാജിൻ ചെയ്യുന്ന സമയത്ത് സ്റ്റുഡിയോൻ്റെ പേരാണെന്ന് അവന് മനസ്സിലായി. തന്നെ ഷെർലക് ഹോംസിൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, അതെനിക്കറിയാം, ആ ഒരു സ്റ്റുഡിയോ എന്ന് പറഞ്ഞ് അവർ പോകുന്നുണ്ട്. ആ ഒരു പേപ്പർ കത്തിച്ചത് അതൊരു ഫോട്ടോ ആയിരുന്നു. ഫോട്ടോയുടെ ഒറിജിനലാണ് ഇപ്പോൾ കത്തിച്ചത്. എന്തായാലും അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവും. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവർ രണ്ടുപേർ സ്റ്റുഡിയോയിലേക്ക് പോകുന്നു. പോയാലേ ആ ഒരു പേപ്പർ എന്തിനാ കത്തിച്ചെന്ന് മനസ്സിലാവൂ. ഷെർലക് ഹോംസിൻ്റെ ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്ന കിരീടമൊക്കെ എടുത്ത് തലയിലെടുത്ത് വെക്കുന്നുണ്ട്. നിനക്കെന്താ, നീ രാജാവാണെന്നോ വിചാരം, അതിലെന്താ സംശയം എന്ന് ഷെർലക് ഹോംസിൻ്റെ ഫ്രണ്ട് പറയുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് അവർ നേരെ സ്റ്റുഡിയോയിലേക്ക് പോകുന്നതാണ്. സ്റ്റുഡിയോയിൽ പോയിട്ട് ഈ ഒരു നമ്പറിലുള്ള ഫോട്ടോ ഇവിടെ ഉണ്ടോ, സ്റ്റുഡിയോയിൽ പോയിട്ട് 225 വരുന്ന ഒരു ഫോട്ടോ ചെക്ക് ചെയ്യണം, അതെവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒറിജിനൽ ഫോട്ടോ ഇവിടെ ഇല്ല, ഒറിജിനൽ വെക്കാൻ ഇവിടെ റൂം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ കളക്ട് ചെയ്ത് വെക്കാറില്ല എന്ന് പറയുന്നു. അവിടെ ഉണ്ടായിരുന്ന ക്യാമറ നോക്കി അതിലൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ആ ഒരു ക്യാമറയെ പറ്റി ഷെർലക് ഹോംസ് ആ ഒരു ഫോട്ടോഗ്രാഫറോട് സംസാരിക്കുന്ന സമയത്ത് ഷെർലക് ഹോംസിൻ്റെ ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്ന ഡാറ്റ ഒക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. 2 കോപ്പി എടുത്തിട്ടുണ്ട്. അതിലൊരു കോപ്പിയാണ്, ഇവിടുന്ന് 2 കോപ്പിയാണ് എടുത്തിരിക്കുന്നത്. അതിലൊന്ന് പ്രിൻസസ് കത്തിച്ചു, ഇനിയൊരു കോപ്പി ആ ഒരു പ്രൊഫസറിൻ്റെ കയ്യിലാണ്. അത് നമ്മൾക്ക് തേടണമെങ്കിൽ ആ ഒരു പ്രൊഫസറിൻ്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞ് അവരവിടുന്ന് പോകുന്നു. വേഷം മാറി ഷെർലക് ഹോംസിൻ്റെ ഫ്രണ്ട് ആ ഒരു പ്രൊഫസറിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പോയ സമയത്ത് അവിടെ പ്രൊഫസർ ഇല്ലായിരുന്നു. പ്രൊഫസറിന് അസിസ്റ്റൻ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രൊഫസറെ കാണുമെന്ന് പറഞ്ഞ് പ്രൊഫസർ ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുക, വേണമെങ്കിൽ വേറൊരു ദിവസം വാ എന്ന് പറയുമ്പോൾ കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനുണ്ട് ഷെർലക് ഹോംസ് ചാടിയതിൻ്റെ പേരിൽ എന്ന് പറയുന്നുണ്ട്. കോൺസ്റ്റബിൾ അകത്ത് കയറിയതും നിങ്ങൾ ഷെർലക് ഹോംസിനെ കണ്ടിരുന്നോ, ഞാൻ അവനെ കാണാതെ കുറേയായി എന്ന് ആ ഒരു അസിസ്റ്റൻ്റ് പറയുന്നുണ്ട്. മാഡത്തിന് ചായ കൊടുക്കാൻ സമയമായി, ഞാൻ കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അയാൾ മുകളിലെ ഫ്ലോറിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഒരു ഫ്രെയിമിൽ ഒരു ഫോട്ടോ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ചായ കൊടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് ഫ്രെയിമുമില്ല, ആ ഒരു കോൺസ്റ്റബിളുമില്ല. ഇവർ രണ്ടുപേരും കൂടി ഈ ഒരു ഫോട്ടോ എടുത്തിരുന്ന് നോക്കുകയാണ്. അതിൽ ഒരു പ്രൊഫസർ മരിച്ചിട്ടുണ്ട്. ആ ഒരു പ്രൊഫസറിനെ ഷെർലക് ഹോംസ് ആണ് കൊന്നത് എന്ന് പറഞ്ഞ് ആ ഒരു പ്രൊഫസറായിരുന്നു അത്. ബാക്കി 3 പ്രൊഫസർ ആരാന്ന് ഷെർലക് ഹോംസ്. ഷെർലക് ഹോംസിനോട് അവൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, നിനക്കറിയില്ലേ ഇവർക്ക് വേണ്ടിയല്ലേ നീ ഇത്രയും ദിവസം അവിടെ ഡ്യൂട്ടി ചെയ്തിരുന്നത് എന്ന് പറയുന്നുണ്ട്. അവിടെ 30 റൂംസ് ഞാൻ ഡെയിലി ക്ലീൻ ചെയ്യുമായിരുന്നു, അതിൽ ഞാൻ എന്തൊക്കെ ഓർത്ത് വെക്കണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ടും ഷെർലക് ഹോംസ് ജസ്റ്റ് ഇമാജിൻ ചെയ്യുന്നുണ്ട് അവിടെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്, അവിടെ എന്തൊക്കെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഷെർലക് ഹോംസ് ഇമാജിൻ ചെയ്യുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് പ്രൊഫസർ റോബർട്ട്സിനെ കാണാൻ വേണ്ടി പ്രിൻസസ് വരുന്നതാണ്. അവർക്ക് ഇപ്പോൾ കോളേജിലില്ല എന്ന് പറയുന്നുണ്ട് മറ്റൊരു പ്രൊഫസർ. അവർക്ക് വേണ്ടി ഇപ്പോൾ തന്നെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അത് കറക്റ്റ് സമയത്ത് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ സാറിന് പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഞാനത് സബ്മിറ്റ് ചെയ്തോളാം എന്ന് ആ ഒരു പ്രൊഫസർ പറയുന്നുണ്ട്. എന്തായാലും പ്രിൻസസ് അല്ലേ, അതിൻ്റെ റെസ്പെക്റ്റ് അവർ കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് പ്രിൻസസ് അവിടുന്ന് പോയതിനു ശേഷം സ്റ്റാഫ് ആ ഒരു പ്രൊഫസറോട് ചോദിക്കുന്നുണ്ട്, ഇത്രയ്ക്കും സീക്രട്ടായി എന്തിനാണ് ഇത് ചെയ്യുന്നത്? നിനക്ക് എപ്പോഴാണ് ആ ഒരു പ്രൊഫസറുടെ വീട്ടിൽ പോകാനുള്ളത്? ആ ഒരു സമയം നീ ഈ ഒരു അസൈൻമെൻറ്റും എടുത്തോ എന്ന് പറഞ്ഞ് അവൻ്റെ ഒരു കൊടുക്കുന്നുണ്ട്. നീ ഇതുപോലത്തെ കാര്യങ്ങളിലൊന്നും തലയിടാൻ നിൽക്കണ്ട എന്നും ആ ഒരു അസിസ്റ്റൻറ്റിനോട് പറയുന്നുണ്ട്. അസിസ്റ്റൻ്റ് ആ ഒരു അസൈൻമെൻറ്റ് എടുത്തുകൊണ്ട് ആ ഒരു പ്രൊഫസറിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു സമയം തന്നെ പ്രിൻസസും ആ ഒരു അസിസ്റ്റൻറ്റിനെ അറിയാതെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അടുത്ത സീനിൽ ഒരു പയ്യനായി പ്രിൻസസ് മാറിയതാണ് കാണിക്കുന്നത്. അപ്പം തന്നെ നിലവിളിച്ച് കരയുന്ന ഒരു സീനും കാണിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഇപ്പോഴും ആ ഒരു ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്, ഈ ഒരു 4 പ്രൊഫസേഴ്സും അന്ന് ബോംബ് വെച്ചില്ലേ, ആ ഒരു സമയത്ത് ഗസ്റ്റായിട്ട് ഉണ്ടായിരുന്നതായിരുന്നു. അതുമല്ലാതെ ഫ്രണ്ട് ടേബിളിലായിരുന്നു ഇരുന്നിരുന്നത്. അപ്പം തന്നെ കാര്യങ്ങൾ മനസ്സിലാവുന്നു, ഇത് ആ ഒരു ലൈബ്രറിയൻ്റെ പണിയല്ലായിരുന്നു, ഇത് പ്രിൻസസ് ആയിരുന്നു ചെയ്തത്. ആ ഒരു ഉടമ്പടി കാണാതെയാക്കിയ സമയത്ത് ആ പ്രിൻസസിനെ ബോംബ് വയ്ക്കാനും സമയം കിട്ടി. അപ്പോൾ എല്ലാത്തിൻ്റെ പിറകിൽ ആ ഒരു പ്രിൻസസ് ആണെന്ന് മനസ്സിലായി. പ്രിൻസസ് ഇപ്പോൾ ദേഷ്യം മാറി. ഇപ്പോൾ അവർക്ക് മനസ്സിലായി പ്രിൻസസ് ആണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന്. അടുത്ത പ്രൊഫസറിനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലായി. ഈ അസൈൻമെൻറ്റ് എടുത്തുകൊണ്ട് പോയ ആ ഒരു പ്രൊഫസറില്ലേ, ആ ഒരു പ്രൊഫസറിൻ്റെ വീടറിയാൻ വേണ്ടിയാണ് പ്രൊഫസർ ആ ഒരു അസിസ്റ്റൻറ്റിനെ ഫോളോ ചെയ്തു പോയത്. വേഷം മാറി പ്രൊഫസറിൻ്റെ വീട്ടിലേക്ക് കയറുന്നുണ്ട്. ഗ്രോസറി ഡെലിവറി ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞ്. ഈ ഒരു സമയം ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്നുണ്ട് അടുത്തത് ആ ഒരു പ്രൊഫസറിനെയാണ് കൊല്ലാൻ പോകുന്നതെന്ന്. അതിനുവേണ്ടി ആ ഒരു പ്രൊഫസറിന് വീടന്വേഷിച്ച് ആ ഒരു യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു പ്രൊഫസർ അടുത്ത് പോകുന്നുണ്ട്. ആ ഒരു പ്രൊഫസർ അപകടത്തിനാണുള്ളത്, ആ ഒരു പ്രൊഫസർ എവിടെയാണുള്ളത് എന്ന് ചോദിക്കുന്നു. ആ പ്രൊഫസർ ഇപ്പോൾ ലീവിലാണ്, ലീവ് കഴിഞ്ഞ് വരുമ്പോൾ പറയാം എന്ന് പറയുന്നു. പക്ഷേ ഇത് സീരിയസ് ആയ മാറ്റർ ആയതുകൊണ്ട് അയാൾ ഹെൽപ്പ് ചെയ്യുന്നില്ല. പക്ഷേ ആ ഒരു സീരിയസ്നെസ് അവർക്ക് മനസ്സിലാവുന്നുമില്ല. അവസാനം പറയുന്നുണ്ട്, അവസാനം അവൻ ചീത്തയൊക്കെ വിളിച്ച് അവിടുന്ന് പുറത്തിറങ്ങുന്നു. ഇതൊക്കെ ആ ഒരു അസിസ്റ്റൻറ്റ് കേൾക്കുന്നുണ്ട്. പുറത്തുപോയി ഷെർലോക്ക് ഹോംസിനോട് പറയുന്നുണ്ട് അയാൾക്ക് ഒരു മണ്ണാങ്കട്ടി അറിയില്ല. അപ്പം തന്നെ അസിസ്റ്റൻ്റ് വരുന്നുണ്ട് പുറത്തോട്ട് വന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ശരിക്കും ആ ഒരു പ്രൊഫസറെ ചെയ്യാൻ തന്നെയാണോ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ച് അതെ എന്ന് പറഞ്ഞു തന്നെ ആ ഒരു അസിസ്റ്റൻ്റ് സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സ്ഥലമൊക്കെ തപ്പി അവരവിടെ എത്തിയതും അവിടെ പ്രൊഫസറെ കാണുന്നില്ല. അകത്ത് പോയി നോക്കുന്ന സമയത്ത് പ്രൊഫസർ ചാരുകസയിൽ ഇരുന്ന് കാണുന്നത്. പക്ഷേ ആ ഒരു സമയമാകുമ്പോൾ പ്രൊഫസർ മരിച്ചിരുന്നു. എല്ലാം ചെയ്തത് ആ ഒരു പ്രിൻസസ് ആയിരുന്നു. ഇരുട്ട് പിടിച്ച ആ ഒരു റോഡിലൂടെ ഓടിപ്പോകുന്നതാണ്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പറയാൻ മറക്കല്ലേ. കമൻറ്റ് ബോക്സ് ഓപ്പൺ ആണ്. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.